നമസ്കാരം. ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇ-കോർട്ട് സർവീസ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് പ്രതിക്കോ സാക്ഷികൾക്കോ കോടതികളിൽ ഹാജരാകുന്ന തീയതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ ഇ-കോർട്ട് സർവീസ് എന്ന് ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഈ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രാസുള്ള നീല കളറിലുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കേസ് സ്റ്റാറ്റസ് എന്നൊരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. മലപ്പുറം ജില്ല എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കേസ് നമ്പർ എന്ന നീല കള്ളികളിൽ കാണുന്ന ഒരു ഭാഗം, ഒരു കുഞ്ഞു ഭാഗത്ത് കേസ് നമ്പർ എന്ന് കാണാം. ആദ്യമായിട്ട് ഇടത് ഭാഗത്ത് ആദ്യമായി അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കോടതിയിൽ നിന്നും ലഭിക്കുന്ന FIR ഇട്ടതിന് ശേഷം കോടതി ഇട്ട ഒരു നമ്പറാണ് കേസ് നമ്പർ. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മളിതിൽ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. കേസ് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കോടതി സെലക്ട് ചെയ്യുന്നു. ആദ്യ കോർട്ട് കോംപ്ലക്സ്. ഇവിടെ ഞാൻ ഫോറസ്റ്റ് കോടതി എന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ കോടതിയാണ്. അതിനുശേഷം കോടതിയിൽ നിന്ന് കിട്ടിയ നമ്പർ, ഒരുപാട് നമ്പറുണ്ട് അതിൽ. ഓരോ കേസിനും ഷോർട്ടായിട്ട് ആദ്യത്തെ 2 അക്ഷരം കാണിച്ചിട്ടുണ്ട്, 2-3 അക്ഷരം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ടായിട്ട് ഇവിടെ ഞാൻ CC നമ്പർ, ഫോറസ്റ്റ് കോടതിയിലെ CC നമ്പർ എന്ന് കേസ് ടൈപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു കേസ് നമ്പർ 222 എന്ന് അടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഇയർ താഴെ കൊടുക്കുന്നു, 2023. ഏതെങ്കിലും ഒരു കേസ്, ഒരു ഉദാഹരണത്തിന് വേണ്ടി. അതിനുശേഷം നമ്മൾ അടുത്ത നീല ബട്ടൺ അമർത്തി മുന്നോട്ട് പോവുക. ഗോ എന്ന് കൊടുത്തു. ആ കേസ് ജുഡീഷ്യൽ സെക്കൻഡ് ഫോറസ്റ്റ് കോർട്ട് മഞ്ചേരി എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കൊടുത്ത CC 400 200 222 അവസാനത്തെ 3 സംഖ്യ കൂട്ടിച്ചേർത്ത് 222/2023 കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ തമ്മിൽ ഏത് പാർട്ടികൾ തമ്മിലുള്ള കേസാണതെന്ന് അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നീല CC നമ്പർ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ നിലവിൽ നമ്മുടെ കേസിൻ്റെ സ്ഥിതി എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇതിൽ നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ നമുക്ക് കേസിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 222 അവസാനത്തെ 3 അക്ക സംഖ്യയാണ് പറഞ്ഞത്. ആ ഡേറ്റ് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇതിൽ ഈ ഭാഗത്ത് നമ്മൾ കാണാം, ഇവിടെ നോക്കൂ, കേസ് സ്റ്റാറ്റസ്, കേസിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സാക്ഷികളാണെങ്കിലും പ്രതികളാണെങ്കിലും കേസിൻ്റെ നിലവിലെ സ്ഥിതി ഇവിടെ കാണാൻ കഴിയും. എന്നേക്കാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയും. കൂടാതെ കുറേ ഓപ്ഷൻസ് അതിൻ്റെ താഴെയുണ്ട്. കേസിൻ്റെ സെക്ഷൻ, കേസിൻ്റെ ഹിസ്റ്ററി ഏതെല്ലാം ദിവസങ്ങളിലാണ് അത് വിളിച്ചിട്ടുള്ളത്, എന്താണെന്നതിൻ്റെ സെക്ഷൻസ് എന്നൊക്കെ തുടങ്ങിയതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. തൽക്കാലം കേസിൻ്റെ തീയതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യമായി കോർട്ട് കോംപ്ലക്സ് കോടതി സെലക്ട് ചെയ്യുക. കേസിൻ്റെ ടൈപ്പ് CC, ST അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. നമ്പർ അടിക്കുക. ഇയർ സെലക്ട് ചെയ്യുക. ഗോ ബട്ടൺ അമർത്തി അടുത്ത കോടതി വരുന്നുണ്ടോ നോക്കുക. കോടതി വന്നതിന് ശേഷം അതിൻ്റെ നമ്പർ, കേസ് നമ്പർ നോക്കുക. നീല ബട്ടൺ അമർത്തുക. ഓപ്പൺ ചെയ്യുക. കേസിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. പരിചയപ്പെടുത്തിയ ഭാഗങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.